ഗുഡ് ഈവനിങ് ഫ്രം ഫിലിപ്പീൻസ്. ഞാനിപ്പോൾ ഉള്ളത് ദവാവ് സിറ്റിയിലാണ്. ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ സിറ്റി ഇൻ ടേംസ് ഓഫ് ലാൻഡ്. യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് അവിടുത്തെ ഒരു മാർക്കറ്റ് സന്ദർശിക്കാന്ന് പറയുന്നത്. നമുക്ക് മാർക്കറ്റിലാണ് കുറെ കൂടി റിയൽ ആയിട്ടുള്ള കാഴ്ചകളും മറ്റൊക്കെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ദവാവ് സിറ്റിയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്, റോഹാസ് ഫുഡ് മാർക്കറ്റ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഐറ്റംസ് കാണാം. I think. Which one is better? Chili? Yeah? Can I have one chili? Chili. Yes. How much is that? 54. 54 pieces. Yeah. Please. Can I? This is crabs. Crablets. This called crablets in here. Crablets. Yeah. How much for that? This In the is one? 40 only. 40. Yes. Okay. ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണാം കേട്ടോ. And this is like a cheese. Yeah. Cheese. And this is chicken parts, right? Chicken parts ഇവിടെ കാണാം. And prawns ഇത് ഫ്രൈ It's called ചെയ്ത് in Rojas calamares. calamaris. Yeah. I have not much space, otherwise I will try everything. Yeah, you try it everything here in Rojas. നമ്മളെ ആദ്യത്തെ ഐറ്റം വന്നിട്ടുണ്ട്. ആൻഡ് ചില്ലി. യു ട്രൈ ഫ്രൈഡ് വൺ. അവരെന്ത് ചെയ്യുന്ന കുറച്ച് കെച്ചപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത്, അപ്പം നമ്മൾ മേടിച്ച കട ഇതാണ്. Oh my God. അത്യാവശ്യം നല്ല സ്പൈസി ഉണ്ട് കേട്ടോ. അത്യാവശ്യം കൂടുതലൊന്നുമില്ല, നല്ല കിട്ടുന്ന ടേസ്റ്റ് ഉണ്ട്. Fast, sitting here praying that this night's gonna last. You got it all on tap. I'm loving your vibe, always have your back. We like ആദ്യത്തെ ഒരു ഐറ്റം നമ്മൾ ട്രൈ ചെയ്യാൻ പോണ ഇങ്ങനെ ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിലിൽ മാംഗോ, പൈനാപ്പിൾ, പേരയ്ക്ക, ഈ പപ്പായ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏതാണ് ട്രൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ലെറ്റ് മീ ആസ്ക്, വിച്ച് വൺ ഈസ് ബെറ്റർ? മാംഗോ? വാട്ട്സ് യുവർ ചോയ്സ്? ചൂസ് മീ വൺ. മാംഗോ ഈസ് ബെറ്റർ? യാ, വിത്ത് വാട്ട്? With what flavor? Bagong. Spicy bagong. Spicy. Yeah. One mango with spicy. He suggests me. Is the same? Thank you. Salamat. So mango with spicy. അതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണേ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതുപോലെ സ്റ്റിക്ക് എടുക്കാം. Perfect. How much is that? How much? 40. 40 peso ആണ് കേട്ടോ ചാർജ്. There you go, ma'am. Oh, mango. എന്തൊക്കെയോ സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാംഗോ വിത്ത് ഫിഷ് സോസ് ആണ് ആക്ച്വലി. വാട്ട് ഈസ് ദാറ്റ്? ഷ്രിംപ് സോസ്, ഷ്രിംപ് പേസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ടൈം ഐ എം ട്രൈങ് ദിസ്. ഞാൻ ഇതിന് മുന്നേ ചില്ലി സംഭവങ്ങൾ ആഡ് ചെയ്ത് കഴിച്ചിരുന്നു. ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. കൊള്ളാം, ധൈര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down. And ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. And I'm thinking to try chicken shumai. What do you think? Yeah. And try chicken shumai. One chicken shumai. Fried or steamed? Fried or steamed? Which one is better? Steam. ചിക്കൻ ഷുമ ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു സ്റ്റാളിൽ നല്ല തിരക്ക് കേട്ടോ. അപ്പം ഞാൻ കരുതി ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ ഷുമായി മാത്രമല്ല, ട്യൂണ പായ്, ലോബ്സ്റ്റർ, പിന്നെ ലോബ്സ്റ്റർ ബോൾ, പിന്നെ സോസ് ഇസ് ദേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ചിക്കൻ ഷുമായി എത്തിയിട്ടുണ്ട്. സ്പൈസ് ഇറ്റ് അപ്പ് വിത്ത് സം സോസസ്. എന്ത് സോസാണെന്ന് അറിയില്ല, നോക്കട്ടെ. Spicy? Yeah. Very spicy? I
You don't? Okay, no problem. I'm joking, don't worry. You want to try? She want to try as well. Ooh. A little bit spicy, yeah. Now spicy. Nice one, yeah. Okay, so chili oil ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തിരക്കാട്ടോ ഇവിടെ. നമ്മൾ വിചാരിച്ച പോലെ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുവരെ കഴിച്ചാൽ ഇപ്പം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് കഴിച്ചാൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സംഭവം. ഒരുപാട് സോസ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ആകെ ചില്ലി ഓയിൽ മാത്രമേ കണ്ടുള്ളൂ. ഇത്ര ഉണ്ട് നോക്കും. How much for that? 45 pesos, sir. That's okay. It's okay, no problem. Thank you. പിന്നെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അടുത്ത ഐറ്റം ട്രൈ ചെയ്യാം. മെലൺ ജ്യൂസ് ആണത്. How much is that, Anna? 30 peso. 40 രൂപ. ഒരു വലിയ ഗ്ലാസ് നിറച്ചുണ്ട് കേട്ടോ ഐറ്റം. മീഡിയം ഗ്ലാസ്സിന് 35. How is it? Yeah? Let me try. Oh, masarap. Salamat. ഇവര് ഇതെടുത്ത് ഫ്രൈ ചെയ്ത് തന്നാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. ഇത് വിനാഗിരിയും ഇത് വാട്ട് ഈസ് ദിസ്? സോസ്, മിക്സ് സോസും കാര്യങ്ങളൊക്കെയാണ്. കെച്ചപ്പ് ആൻഡ് എവരിതിങ്. ഓക്കെ, താങ്ക് യു. സലാമത്ത്. ബുക്കോ ജ്യൂസ് എൻ്റെ ഫേവറേറ്റ് ആണ്. ട്രൈ ബുക്കോ ജ്യൂസ് ഫോർ മീ. ഐ ആം തിങ്കിങ് ടു ട്രൈ. ഓക്കെ, ഞാൻ എന്താ പിന്നെ ബുക്കോ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്തേക്കാൻ. Can I have one buko juice, please? So buko juice, my favorite. ഇവര് ബുക്കോ ജ്യൂസിൽ താങ്ക് യു. സലാമത്ത്. ബുക്കോ ജ്യൂസിൽ ഇവര് ഇവാപ്പറേറ്റഡ് മിൽക്ക് ആഡ് ചെയ്യും. സറാപ്പ്. നൈസ് വൺ, താങ്ക് യു. നല്ല മധുരം ഉണ്ട് കേട്ടോ. പഞ്ചസാരയും മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് കണ്ടൻസ് മിൽക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല മധുരമുണ്ട്. ഇളനീയുടെ പീസും ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്, ചെറിയ പീസസ്. കൊള്ളാം. Don't waste time to my place. I feel my heart erase. So catch me if I fall. അടുത്തൊരു ഐറ്റാണ് ഊബ. ഊബ എന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പ പോലുള്ള ഒരു സംഭവമാണ്. പർപ്പിൾ കളറിൽ, പർപ്പിൾ യാം എന്ന് പറയും അല്ലെങ്കിൽ. ആൻഡ് അത് പുട്ടില്ലേ, ആവിയിൽ വേവിപ്പിച്ചെടുത്ത് ഈ ചീസും തേങ്ങയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ബോക്സിലാക്കിയിട്ട് തരുന്ന ഐറ്റം. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഉണ്ടാവും പുട്ടിലേത് മുളയുടെ ഇതിൻ്റെ അകത്ത് ഊബയുടെ ഈ സംഭവം നിറച്ച് മാവൊക്കെ കയറ്റി ഇങ്ങനെ ആവിയിൽ വെക്കും. കുറച്ച് കഴിയുന്ന സമയത്ത് ഒരു കേക്ക് രൂപത്തിലായിട്ട് മാറും. ഇതിൻ്റെ 100 peso കേട്ടോ അതിൻ്റെ പ്രൈസ്. ജസ്റ്റ് ഊബ പുട്ടു അല്ലേ, അതാണ് സംഭവം. പേസ്റ്റ് രൂപത്തിൽ, കുഴമ്പ് രൂപത്തിലാണ് കിടക്കുന്ന സംഭവം. നമ്മളെ പുട്ട് കുത്തിയെടുക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. പുള്ളി അത് റീപ്ലേസ് ചെയ്തു അടുത്ത സാധനം. തേങ്ങ വെച്ച് ലിറ്റിൽ ബിറ്റ്. ഇനി അതിൻ്റെ മുകളിൽ ചീസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മധുരം കൂട്ടി സെറ്റാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മളെ കണ്ടൻസ് മിൽക്ക് അതിനെ പുറത്ത് ആഡ് ചെയ്തു. തടി. My God, you ready now? It's gonna be messy. I will do myself. It's gonna be messy. Good luck. How is it? Nice? Very nice. Wow. അടിപൊളി. ഞാൻ വിചാരിച്ചതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. വെരി നൈസ്. സൂപ്പർ. വെറുതെ അല്ല ഇവിടെ തിരക്ക്. പെർഫെക്റ്റ്. നൈസ്. മസറാപ്പ്. നൈസ് വൺ. നമ്മൾ അഗ്രീഡ്. നിങ്ങൾ വന്ന് കഴിച്ചു നോക്കി കേട്ടോ. ഐ ലൈക്ക് ഇറ്റ് ആസ് വെൽ.
was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time. ഓക്കെ. എൻ്റെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ഫിഷ് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പറഞ്ഞാൽ ഗ്രില്ല് ചെയ്ത് തരും. ആൻഡ് നമുക്കിവിടെ സ്ക്വിഡ് ഉണ്ട്, ട്യൂണ ഉണ്ട്, ട്യൂണയുടെ ചങ്ക എന്ന് പറയും അതുണ്ട്. ആൻഡ് അത് കൂടാതെ ഈസാവ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇൻഡസ്ട്രീൻ ആണ്, ചിക്കൻ പാർട്ട് ഉണ്ട്. ഈസാവ് റൈറ്റ്? No, no. Another time. Next time I will try. Yeah. And tilapia fish. പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മൾ പറയുന്നതിനനുസരിച്ച് ഗ്രില്ല് ചെയ്ത് തരും. അതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. So catch me if I fall. അപ്പൊ നമ്മൾ അടുത്ത ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പറഞ്ഞാല് ഫിഷ്. ഇത് നമ്മുടെ ചൂരയാണ്. ഗ്രില്ല് ചെയ്തിട്ട് നല്ല മൊരിഞ്ഞ സംഭവം എത്തിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതുന്നു. ആൻഡ് ഗ്ലവ് ചിക്കൻ വെരി നൈസ്. ചിക്കൻ മസറപ്പ എന്ന് പറയുന്നത് വെരി നൈസ് എന്ന് പറയുന്നത്. ഇതെന്തറിയോ, ചിക്കൻ ഫീറ്റ് ആണ്. എനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്ക് വലിയ പ്രശ്നമുള്ള സംഭവം. പക്ഷെ ചിക്കൻ ഫീറ്റ് കണ്ടില്ലേ, നല്ല സോസിലൊക്കെ ഇട്ട് മുക്കി പൊരിച്ച് എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സീവീഡ് എന്ന് പറയുന്ന ഐറ്റം, അത് സീവീഡ് സാലഡ്. അത് കുക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ബോയിൽ ചെയ്ത് ജസ്റ്റ് അതിന്റെ മുകളിൽ ബേസിക് സോസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഒരു റബ്ബറി ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ ആണ്. കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്യും. ഈ കാണുന്നതാണ് അപ്പൊ ചിക്കൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ചിക്കൻ ഇൻഡസ്ട്രി ഇവിടുത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്. ഇതിന്റെ പേര് ഈസാവ്. ഐ കാൻറ്റ് ഈറ്റ് ദാറ്റ് അൺഫോർച്യുനേറ്റ്ലി. അപ്പൊ ഞാൻ എന്റെ സോസ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ഫിഷിന്റെ കൂടെ കഴിക്കാൻ ആദ്യം ചെറിയ നാരങ്ങ ചെറുതായിട്ടാക്കി, എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഈ കുറച്ച് സോയ സോസ് ഒഴിച്ചു. ആൻഡ് നമ്മുടെ ഫിഷ് സാധനം ചെറിയ രീതിയിൽ ഇങ്ങനെ പൊളിച്ചെടുത്തു. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മുക്കുന്നു. ആ ഫിഷ് ഇങ്ങനെ എടുത്തിട്ട് സോസിൽ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് അറിയാം. You like the fish? Fish is nice. സീവീഡാണ്, നല്ല പച്ച കളറുള്ള സീവീഡ്. അതിൻ്റെ മുകളിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച്. ആൻഡ് ഇതാണ് സംഭവം. ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഒരു പ്രത്യേക ടെക്സ്ചർ ആട്ടോ ഇത്. ഒരു പ്രത്യേക ടെക്സ്ചർ അത്. ഒരു റബ്ബറി, നമ്മൾ റബ്ബർ ബാൻഡ് എടുത്ത് ചവയ്ക്കുന്ന ഒരു ഫീലാണ്. ഫിലിപ്പീൻസിൽ ഏറ്റവും മോശം ഫുഡ് ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലാവരും പറയുന്ന ഒരു ഐറ്റമാണ് ബലൂത്ത് എന്ന്. ബലൂത്ത് എന്ന് പറഞ്ഞാല് what is balut exactly? Is a duck egg, Yeah, right? it's a duck egg. Basically, it's a duck egg. And Balut is, you need to try it. It's a culture in the Philippines. So. അതായത് 17 ദിവസം ഈ മുട്ട അടയിരുന്നിട്ട് 17ാമത്തെ ദിവസം പുറത്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എംബ്രിയോസും അല്ലെങ്കിൽ ഈ അതിൻ്റെ ആദ്യത്തെ ഒരു ഫോർമേഷൻ കാണാൻ പറ്റും. ആ ഒരു സ്റ്റേജിൽ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ജസ്റ്റ് ക്രാക്ക് ചെയ്ത് then add some vinegar, then just take it. For me, I recommend 16 days is much better. 16 days is much better. 18 days. 17 days. You can easily take it. Yeah. That's what you need. You're gonna try that one, yeah? For me. You're gonna try as well. Yeah? We will try now. Let's buy balloons. Hey, how much for balloons? How much for balloons? അവരെ മുട്ട വെച്ചിരിക്കുന്നത് തുറന്നിട്ട് എടുക്കുന്നുണ്ട്. Tulo daw ka 16. Oh. നമ്മളതിങ്ങനെ You open this one Okay. slowly and Just then gonna open the egg, take out the shell. Then after this one you put the like this. Then the soup. Soup is it? Yeah. Wow. There. And add it then.
Good. Like This that. one I can open Open like that. like this. Wow. Then you can see inside. Oh, I can see the embryos. Wow, I can see the embryos. I can see the formation. That's something different. Wow, This one the man. baby. Yeah, that's what I'm saying. That's some entirely different. Up this one it. Woo! See, what's inside, Anna? You see that one? Delicious. More vinegar. Ah, more tuba vinegar. You get the flavor, real flavor. Wow. What's the taste? What's it taste like? Does it taste like a boiled egg? Tastes like a normal boiled egg. Normal boiled egg. Wow. It's good for your bones. It's good for the bones and everything. അങ്ങനെ പറയുന്നുണ്ട് ഇവരെ ബോൺസിനെയും മുട്ടുവേദനയ്ക്ക് കാലുവേദനയ്ക്കൊക്കെ നല്ലതാണ്. ഹോൾ ബോഡി ഇസ് ഗുഡ്, yeah? Energy. Good energy. Wow. It's like a Red Bull. Red It's Bull of strong. Philippines. After this one is strong. Strong. It's Red Bull of Philippines. എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. And next one, Other oh, people is not eating this one, but I can eat. this is 18 days. Maybe 16. 21. Not a 21. It's a proper formation. I can see that The one. 21 is the wings. We have the wing. Wings as well. Yes. Ooh. He's enjoying. He's really enjoying that flavor. I can see that. I wish I could try, but not today. Next time. No, I can't try. There was I once can a try. day that I would pray for you. I'd go and misbehave. Hard pot. You Uh-huh. noticed too. Nice. Wow. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. I first നമ്മളിവിടെ ഒന്ന് രണ്ട് ഐറ്റംസ് ട്രൈ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമുക്ക് എഗ്ഗ് ക്വെക്ക് എന്ന് പറയും. എന്താണ് അതെന്ന് അറിയില്ല. നമ്മളെ എഗ്ഗില്ലേ പുഴുങ്ങിയത്, അത് മാവിൽ പൊരിച്ചൊരു ഐറ്റം, പിന്നെ പ്രോൺസിൻ്റെ ഒരു ഐറ്റം ഉണ്ട്. രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ജസ്റ്റ് വൺ ഐ വോണ്ട് ട്രൈ ആൻഡ് ഐ വോണ്ട് ട്രൈ പ്രോൺ ടെമ്പൂറ ആസ് വെൽ. 4.25. How much? 2.25. Okay, just get two then. Yeah, no problem. What is this one? Chicken dragon ball. Chicken dragon ball. Yeah. ഇപ്പോൾ കുറച്ച് ഐറ്റംസ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ ക്വക്കിലേക്ക് കുറച്ച് കുക്കുമ്പോൾ പിന്നെ സീവീഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോസ് സംഭവം റെഡി ആയിട്ടുണ്ട്. അനാ ഇവിടെ ജോയിൻ ഓൾ ഇറ്റ് ഓൺലി അറ്റ്ലീസ്റ്റ് കണ്ടിട്ട്. നമ്മുടെ മുന്നിൽ ഫുൾ എഗ്ഗാണ് പൊരിച്ചത്. നല്ല ചൂടുണ്ടാവും. ഇറ്റ്സ് വെരി ഹോട്ട് ഐ തിങ്ക്. നോട്ട് സ്പൈസി, ഐ മീൻ ഹോട്ട്. ബോയിൽഡ് എഗ്ഗാണ്. ആൻഡ് യെസ് ഇറ്റ്സ് നൈസ്. ആൻഡ് ഐ വാണ്ട് ട്രൈ ദിസ് ചിക്കൻ ഡൈനാമൈറ്റ്. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് ട്രൈ നോക്കാം. Oh my god. Full of oil. It's oily, yeah? Heart attack is right here. Chicken dynamite. I'm gonna blast now. Prawn tempura ആണ് നെക്സ്റ്റ് വൺ കേട്ടോ. നമ്മളങ്ങനെ കെച്ചപ്പിൽ മുക്കി അതിന് കഴിക്കുന്ന ഒരു ഫുൾ പ്രോൺസ് ഉണ്ട്. കെച്ചപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ടേസ്റ്റ് കേട്ടോ. കെച്ചപ്പിൽ മുക്കി വേണം കഴിക്കാൻ. കൊള്ളാം. ആകെ ഒരു പ്രശ്നം ഫുൾ ഓയിൽ ചെയ്യാന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പോവാം. അടുത്ത ഫുഡ്. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, സോ വൺ ലാസ്റ്റ് ഐറ്റം, ഒരൊറ്റ ഐറ്റം കൂടെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം. ചാർക്കോൾ ഐസ്ക്രീം. ഇറ്റ്സ് വെരി ഹെൽത്തി, വെരി നൈസ് ഐസ്ക്രീം, റൈറ്റ്? നല്ല ബ്ലാക്ക് കളർ. വൺ ചാർക്കോൾ ഐസ്ക്രീം. ഹൗ മച്ച് ഈസ് ദാറ്റ്? 30. This one 30 പെസോ മാത്രമേ ഉള്ളൂ കേട്ടോ ചാർക്കോൾ ഐസ്ക്രീമിന്. ചാർക്കോൾ കൊണ്ട് ഉണ്ടാക്കിയാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഡിഗ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ബ്ലാക്ക് കളർ ഐസ്ക്രീമാണ് കേട്ടോ. Wow. There you go. എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എന്തോ ഒരു സംഭവം അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. You want to try? How is it?
Nice. That's yours. I like it, the benefit. More than black now, you know that. Maybe it's dark one, that's why they put dark one. എല്ലാവരും നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. അവിടെ ഒരു കൂട്ടർ മസാജിൻ്റെ ആൾക്കാർ നമ്മുടെ ക്യാൻവാസിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ചെയറിൽ ഇരുന്നിട്ട് മസാജ് ചെയ്ത് തരും. There was once a day that I would pray for you. I'd go നമുക്കിവിടെ മാർക്കറ്റിന്റെ ഭാഗമല്ലാതെ കിടക്കുന്ന കുറച്ച് കടകൾ കാണും. ഈ ഗ്രില്ലിനപ്പുറം അതും ഇവരും മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ അവിടെ നിന്ന് കച്ചവടം ചെയ്യാൻ പാകത്തിന് ഇപ്പുറത്ത് നിന്നിട്ടുണ്ട് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മാംഗോ ഫ്രഷ്കോ മാംഗോ. ഹലോ, ഫ്രണ്ട്ലി ലോക്കൽസ്. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ഫോർ ബ്ലോഗ്. മാംഗോക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഷോപ്പാണ്. മാംഗോ ഐസ്ക്രീം, മാംഗോ ജ്യൂസ്, മാംഗോ ഷേക്ക്, വാട്ട് എവർ മാംഗോ. നമ്മളെ മാംഗോ സംഭവം എത്തിയിട്ടുണ്ട്. Straw. Tell me the review just in front of mango, Freshco mango. Nice. Always nice. You know why? They add evaporated milk and condensed milk, so very sugary. I don't know. So bad, that's so sweet. Yeah, this is not that sweet actually. No, the sweetness is there. I think the real mango taste, Mango taste, not proper mango taste. Yeah, yeah. I like it. It's nice actually. Wow. ഓ, ഒരു വയർ എക്സ്ട്രാ വാടക എടുത്ത് വരണം കേട്ടോ, അല്ലാതെ തന്നെ പണിയാണ്, നമുക്ക് സ്പേസ് ഇല്ല. ആൻഡ് ആ സെക്ഷനാണ് നമ്മൾ നേരത്തെ കടന്നു വന്ന സുവനീർ അല്ലെങ്കിൽ ക്ലോത്തിങ്ങിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ 2016 ഇവിടെ ചെറിയൊരു പൊട്ടിത്തെറി ബോംബ് ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇവിടുത്തെ സുരക്ഷ സെക്യൂരിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ഒരു സെക്ഷനിൽ ഒരു സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് എന്താ പറയുക, ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ ബാഗ്, നമ്മളെ ബോഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ റോഹാസിൻ്റെ മാർക്കറ്റ് കാഴ്ചകൾ ഇവിടെ തീരെയാണ്. നമുക്ക് ഇതുപോലുള്ള മാർക്കറ്റിൽ വരുമ്പോഴാണ് ഫിലിപ്പീൻസിൻ്റെ ശരിക്കുള്ളൊരു ഭക്ഷണ രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഫിലിപ്പീൻസിനെ മാത്രമല്ല, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളും അവിടുത്തെ മനുഷ്യരെ അവിടുത്തെ കൾച്ചറൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മാർക്കറ്റിൽ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫുഡ്. ഇവിടുത്തെ ഭക്ഷണങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ ഇന്ത്യക്കാർക്ക് പിടിക്കണമെന്നില്ല, പക്ഷെ നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.